അപ്പാനി ചേട്ടൻ എന്നുള്ളൊരു വിളി ഒന്നുകൂടെ സ്ട്രോങ് ആയി അല്ലേ? എല്ലാവരും അപ്പാനി ചേട്ടാന്ന് അതെ, എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. ഇപ്പൊ ബിഗ് ബോസില് ഈ ഒരു വീക്കായിട്ടുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയത് മോർണിംഗ് ടാസ്കിൽ ബിന്നി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അനുവിന്റെ PR 16 ലക്ഷം, അപ്പാനി ചേട്ടന്റെ അതേ PR ആണ്, അതുകൊണ്ടാണ് അപ്പാനി ശരത് ഔട്ടായപ്പോ അനു കരഞ്ഞത്. കുറെ സംഭവങ്ങൾ വീണ്ടും കോൺട്രവേഴ്സീസ് വന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും എന്താണ്? ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ശരത്തേട്ടന് PR ഉണ്ടായിരുന്നു? എനിക്ക് PR ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ PR കൊടുത്തിട്ടല്ല പോയത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അറിയാലോ, ഞാൻ നിങ്ങൾക്കിടയിലുള്ള ഒരാൾ തന്നെയാണ്. എന്നെ സിനിമയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ചധികം നല്ല സുഹൃത്തുക്കളുണ്ട്, നമുക്ക് മീഡിയ പേഴ്സൺസ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ PR കൊടുത്തിട്ട് അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി സിനിമയാണെങ്കിൽ ഓക്കെ, എൻ്റെ ആണെങ്കിൽ സിനിമ ഇറങ്ങുമ്പോൾ ഓൾറെഡി പ്രൊമോഷൻ നമ്മൾ ചെയ്യാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ PR ഒന്നും കൊടുത്തില്ല. അതെ, PR കൊണ്ട് മാത്രം ഒരാൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? PR കൊണ്ട് മാത്രം ഒരാൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. പക്ഷെ PR കൊടുക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത്രേ ഉള്ളൂ, ആർക്കാണ് അവിടെ PR ഇല്ലാത്ത? ഒരാളെ പറ. എല്ലാവർക്കും PR ഉണ്ട്. എല്ലാവർക്കും PR ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അവിടെ മത്സരിക്കാൻ പോയപ്പോ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, എന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമുള്ള എന്റെ മീഡിയ സുഹൃത്തുക്കൾ ഉണ്ടാവും, എന്റെ ഫാമിലി. ഇവരെല്ലാരും നിൽക്കുന്ന എന്തിനാണ്? എന്നെ ജയിപ്പിക്കുക, എനിക്ക് വോട്ട് കിട്ടുക, അല്ലെങ്കിൽ അകത്ത് നടക്കുന്ന കണ്ടന്റുകൾ കുറച്ചുകൂടി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക. അപ്പൊ ഇത് ചെയ്യുന്ന എല്ലാരും ഇത് ചെയ്യുന്നുണ്ട്. അതൊരു PR സൈഡ് തന്നെയാണ് അത് എല്ലാ അർത്ഥത്തിലും. ഇത്ര എമൗണ്ട് കൊടുത്തിട്ട് ഇത്ര ദിവസം നിർത്തിക്കാം അതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അകത്ത് നല്ല രീതിക്ക് പെർഫോം ചെയ്യുകയാണെങ്കിൽ അകത്തുള്ള പെർഫോമൻസ് കുറച്ചും കൂടി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ട് അവരുടേതായ രീതിയിൽ PR ചെയ്യുന്നതിൽ അതെ, അല്ലാതെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ. ബിഗ് ബോസ് മാത്രമല്ല, പുറത്തും ആർട്ടിസ്റ്റുകളാണെങ്കിലും കലാപരമായി നിൽക്കുന്ന എല്ലാ ആൾക്കാരും അവരവരുടെ പ്രോഡക്റ്റുകൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കാനായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ ബിഗ് ബോസിൽ വരുമ്പോഴത്തേക്ക് ഈ PR ഏറ്റവും എനിക്ക് നെഗറ്റീവായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തത്, ഒരു കണ്ടസ്റ്റന്റിന്റെ PR മറ്റ് കണ്ടസ്റ്റൻസിനെ, അവിടെയാണ് പ്രശ്നം. ഇത് നേരത്തെ പറഞ്ഞില്ലേ, PR ഇല്ലാതെയും അവർക്ക് PR സപ്പോർട്ടോട് കൂടി അതിന്റെ അകത്ത് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ലേ? അവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം PR മാത്രം കൊണ്ട് അല്ലാതെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് എനിക്ക് ഇത്രയും PR ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഞാൻ നിന്നോളും എന്നുള്ള ധാരണ മാറണം. അതാണ് പ്രോബ്ലം. ഞാനിങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ലൈവിലോ ഈ ഷോയിലോ അധികം നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ഒരുപാട് കമന്റ് ബോക്സസിൽ വന്ന് ഈ സംഭവം ലോങ് ആയിട്ട് ടൈപ്പ് ചെയ്തിരുന്നത് കാണാം. ഇതൊരു കലോത്സവം അല്ലല്ലോ, ഒരു മത്സരം വേണം എല്ലാവർക്കും. പക്ഷെ അവരുടെ ടാലന്റിനെ ബൂസ്റ്റ് ചെയ്യാതെ വെറുതെ ഒരാളെ നിർത്തി ഇത്രയും ദിവസം നിർത്തിക്കുക എന്ന് പറയുന്നതിലാണ് പ്രോബ്ലം. നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ ഗെയിം കളിക്കുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് രീതിക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യുക, അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഭയങ്കരമായ ഒരു PR, അത് നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ വോട്ടിംഗ് കയറ്റുക, മറ്റ് കണ്ടസ്റ്റൻസുകളെ ദ്രോഹിക്കുക എന്ന് തന്നെ പറയണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവരോടൊക്കെ ഒരു മാനസികമായിട്ട് ഒരു വിദ്വേഷം തോന്നുന്നത്. ആരുടെയെങ്കിലും PR അപ്പാനി ചേട്ടനെ ദ്രോഹിച്ചിരുന്നോ? എന്നെ ദ്രോഹിച്ചൊന്നുമില്ല. എന്നെ ദ്രോഹിക്കുന്നതിന് അങ്ങനെ ദ്രോഹിക്കാനൊന്നും അത് പിന്നെ ഒത്തിരി. അത് മനസ്സിലാക്കിയോ ആരുടെ PR ആണ്? ആരുടെയൊന്നുമല്ല, ആരുടെയൊക്കെയോ PR ഇന്ന PR അങ്ങനെയൊന്നുമില്ല. അത് സംഭവിക്കും. ഞാൻ ഔട്ടായി പുറത്ത് വന്നതിന് ശേഷം എന്റെ ഫാമിലി ആണെങ്കിലും എന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇതിങ്ങനെ വന്നതാണ്, രീതിക്ക് വന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ ഈ പറയുന്ന കമന്റിലൊക്കെ എഴുതിയിടുന്നു. അപ്പൊ ഒരു 10 പേര് ഒരു കമന്റ് വായിച്ചു കഴിഞ്ഞാൽ ഒരാളെങ്കിലും വിചാരിക്കും ഇത് സത്യമാണ്, അയാൾ പിന്നെ മൗത്ത് പബ്ലിസിറ്റിയിൽ 10 പേരോട് പറയും. മറ്റൊരു കാര്യം ഞാനിപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതാണ്, അതായത് ഒരു പോസ്റ്റ് വന്നാൽ അതിന്റെ താഴെ ഒരു 100 കമന്റ് ഒറ്റ സെക്കൻഡിൽ നെഗറ്റീവ് മാത്രം വരും. ഈ നെഗറ്റീവ് വരുന്ന കമന്റുകൾ നമ്മൾ ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഫേക്ക് അക്കൗണ്ട്, ഒരു ഫോളോവേഴ്സ് ഇല്ലാത്ത ഫേക്ക് അക്കൗണ്ട്. അപ്പം ഇത് 100 പേരല്ല, ഒരാളാണ്. എവിടെയോ ഇരുന്ന് ഒരാളാണ് 100ഉം 1000ഉം 10,000ഉം കമന്റുകൾ ചെയ്യുന്നത്.
ശരിയല്ല. ഒരാൾക്ക് ഒരുമിച്ച് എത്ര അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ നിയന്ത്രണത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. നിയന്ത്രണത്തിൽ, അതെ, ഒരു ഏജൻസി പോലെ അല്ലെങ്കിൽ ഒരു ടീം അല്ലേ? ഇപ്പം അതിന്റെ ഇടയിൽ വിരൽ എണ്ണാവുന്ന കുറവ് കമന്റുകൾ മാത്രമേ വരുള്ളൂ. ഒരു അത് കാണിച്ച് ശരിയായില്ല, തെറ്റാണ്, ഇത് വരുള്ളൂ. തെറി പറയുന്നതും മോശം പറയുന്നതും എല്ലാം തന്നെ ഫേക്കുകളാണ്. ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് അങ്ങനത്തെ കമന്റുകൾ വരുന്നത്. ഇപ്പൊ ഈ അനുവിന്റെ കേസ് പറഞ്ഞപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു PR ആയിട്ട് പല രീതിയിലും പൈസ കൊടുത്ത് മാത്രമല്ല, നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ അതിനെയൊക്കെ അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അനുവിന്റെ കേസിൽ വന്നേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ബിഗ് ബോസിൽ എല്ലാ സീസണിലും PR എന്നുള്ളൊരു വാക്ക് കേൾക്കാതെ പോകുന്ന സീസൺസ് ഇല്ല. പക്ഷെ ഈ ഒരു എമൗണ്ടിന്റെ കണക്ക് വരെ പറഞ്ഞിട്ടുള്ള ഒരു സീസൺ ഇത് ആദ്യമായിട്ടാ. അപ്പോൾ ബിന്നി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? അത് റിയൽ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? PR ഒരുപാട് പേര് പറയുന്നു അത് റിയൽ ആണ്, PR ഉണ്ട്. അനു തന്നെ അവിടെ സമ്മതിച്ചു, അനു PR കൊടുത്തിട്ടുണ്ട് എന്നാലും സമ്മതിച്ചിട്ടുണ്ട്. പിന്നെന്താണ് കുഴപ്പം? എനിക്ക് ക്ലാരിറ്റി വരുത്തേണ്ടത് ഒരു കാരണവശാലും ഞാൻ ബിഗ് ബോസിൽ പോയപ്പോ ഞാനൊരു PR ടീമിനെ ഏൽപ്പിച്ചിട്ടല്ല പോയത്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു PR ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കമന്റുകളും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളും വരും. എനിക്ക് എന്താ നല്ലൊരു PR കൊടുത്തിട്ട് എനിക്ക് 100 ദിവസം നിർത്തിയിട്ട് വരാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. അതൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാവരും അവരവരുടെ രീതിയിലുള്ള പ്രൊമോഷൻസ് ഒക്കെ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് പോയത്. ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല, ഞാൻ ചെയ്തു. എന്താണ്, എൻ്റെ എന്തെങ്കിലും നല്ല കണ്ടന്റുകളൊക്കെ വരുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഇടണം, എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നിൽക്കണം. അത്ര മാത്രമേ നമ്മളെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഒരു പൈസ കൊടുത്തുള്ള ഒരു ഇല്ല അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ബിന്നിയുടെ PR നല്ല വർക്ക് കിടക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, നമ്മുടെ സിജോയുടെ ഒരു വീഡിയോ ആയിരുന്നു. ഒരാളെ ഇങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു, ഇതാണ് അനുമോളുടെ PR, കഴിഞ്ഞ തവണത്തെ ജിൻഡോയുടെ PR ആയിരുന്നു. കണ്ടിരുന്നോ അങ്ങനെ ഒരു വീഡിയോ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ എന്തെങ്കിലും ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ന്യൂസ് അറിഞ്ഞു, ഞാൻ വീഡിയോ കണ്ടില്ല. അങ്ങനെ ജിൻഡോയുടെ പ്രൊമോഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ഇതിൽ വിന്നറായ ജിൻഡോയുടെ പ്രൊമോഷൻ ചെയ്യുന്ന ആളാണ് അനുവിനെ പ്രൊമോഷൻ ചെയ്യുന്നതെന്ന് ഒരു വാർത്ത ഞാൻ കണ്ടു. പക്ഷെ വളരെ ക്ലാരിറ്റിയോട് കൂടി ഒന്നും അറിയില്ല അതിനെ കുറിച്ച്. അപ്പൊ ചേട്ടന്റെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ PR ചെയ്യാം, പക്ഷെ മറ്റുള്ള കണ്ടസ്റ്റന്റ്സിനെ ദ്രോഹിക്കും. PR ചെയ്തോ, നമ്മൾ ഒരു വലിയൊരു റിയാലിറ്റി ഷോയിലേക്ക് പോവാണ്. അപ്പം നമ്മളുടെ ഒരു എന്താ, നമ്മളുടെ ഗെയിമുകളാണെങ്കിലും നമ്മൾ സംസാരിക്കുന്നതൊക്കെ PR ചെയ്യാം, നല്ല രീതിക്ക് പ്രൊമോഷൻ ചെയ്യാം. പക്ഷേ അത് ആ മത്സരിക്കുന്ന കണ്ടസ്റ്റന്റിനെ പോലെ നശിപ്പിക്കുന്ന പോലെ ആയിരിക്കാൻ പാടില്ല, ഒരിക്കലും ആവരുത്. ശരിയല്ലേ? ഈ പണ്ട് ഈ മത്സരിക്കാൻ വേണ്ടി സ്കൂൾ മത്സരത്തിന് പോകുമ്പം ഒന്നും അറിഞ്ഞില്ലെങ്കിലും അടിച്ച് നമ്മളെ സ്റ്റേജിൽ കയറ്റുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായിരിക്കാൻ പാടില്ല. അവർ ചെയ്യുന്നതിനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ള അപ്പുറത്തേക്ക് മറ്റ് കണ്ടസ്റ്റന്റുകൾ അവരുടെ ഫാമിലി പോയി പറയുക, അവരെ കുറിച്ച് മോശം പറയുക, അവരെ കുറിച്ച് ഇങ്ങനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുക, അതിലോട്ടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ എന്ന് കരുതി ബിഗ് ബോസിൽ മത്സരിക്കാൻ പോകുന്ന കണ്ടസ്റ്റന്റുകൾ മാന്യമായ രീതിയിൽ പുറത്ത് അവരുടെ കണ്ടന്റുകൾ വെളിയിൽ നല്ല രീതിക്ക് എത്താനായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ ഈ ബിഗ് ബോസിൽ ഈ സീസൺസിലെ എവിക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതലും അൺഫെയർ എവിക്ഷൻസ് ആയ പോലെ ഫീൽ ചെയ്തു. ഇപ്പൊ ജിസേലിന്റെ ഒക്കെ എവിക്ഷൻ നടന്നപ്പോഴും ഒരുപാട് പേര് കമന്റ്സ് ഇട്ട്, ജിസേലൊന്നും ഇപ്പൊ പോകേണ്ട ആളുകളല്ല, അവിടെ ഡിസേർവിംഗ് അല്ലാത്ത മറ്റു പലരും നിൽക്കുന്നു. എവിക്ഷൻസിനെ കുറിച്ചിട്ട് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ഫെയർ എവിക്ഷൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഒട്ടും തോന്നുന്നില്ല. അവര് വോട്ട് കുറഞ്ഞതുകൊണ്ട് ഔട്ടാക്കി പോയി, അത്രയാണോ? അൺഫെയർ ആയിട്ടൊന്നും തോന്നില്ല. ഇല്ല, അതിലപ്പം ഇപ്പോഴും ഈ പറഞ്ഞ പോലെ പറയുന്നവരല്ലേ, പറയുന്നവർക്ക് എന്തും പറയാമല്ലോ അവിടെ ഇരുന്നിട്ട്. അതെ, അവർക്ക് ഒരു ഷോ അല്ലേ, അപ്പൊ അവർക്ക് അവരുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും, അതിനപ്പുറത്തേക്ക് അവർ നിൽക്കില്ല. പിന്നെ വോട്ട് കുറഞ്ഞത് കൊണ്ടായിരിക്കാം പോയത്. ഔട്ടായി പോയതിനു ശേഷം, ഔട്ടായി പുറത്ത് വന്നതിന് ശേഷം അത് അൺഫെയർ ആണെന്നൊക്കെ പറയുന്നത് വല്ല അർത്ഥമില്ല. ഞാനവിടെ ഇരുന്ന് ഒട്ടും പറയാൻ പാടില്ല അത്. കാര്യം ഞാൻ കുറച്ച് ദിവസമെങ്കിലും ആ വീട്ടിൽ നിന്നതാണ്. അപ്പം ആ ഷോയെ ഞാൻ ബഹുമാനിക്കുന്നു. ആ ഷോയിൽ നിന്നത് കൊണ്ട് കുറെ അധികം നല്ല സംഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായി, നല്ല മാറ്റങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനവിടെ ഇറങ്ങിയും വന്നിട്ട് ഞാൻ എന്നെ ഔട്ടാക്കിയത് വളരെ മോശമായിട്ട് തോന്നി, അങ്ങനെയൊന്നുമില്ല. അൺഫെയർ എവിക്ഷൻ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഷോ മേക്കേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ളൊരു അൺഫെയർ അല്ല, അല്ലാണ്ട് അതായത് അവിടെ കഴിവുള്ളവർ പലരും നിൽക്കുമ്പോ വോട്ടിന്റെ രീതിയിൽ ബാലൻസ് ചെയ്യുന്നത് ഇവരുടെ പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്. അതാണെങ്കിലും ഓക്കെ, അത് ചിലപ്പോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ, പുറത്തുള്ള ആൾക്കാർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് വോട്ട് കുറയ്ക്കാനും കയറ്റാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെ അത് കുറച്ചൊക്കെ അൺഫെയർ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ, കാരണം ഇപ്പൊ എല്ലാരും പറയുന്നത് ഈ സാബുമാൻ, ലക്ഷ്മി, ഇവരൊന്നും പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ ഭാഗത്തൊന്നും ഇപ്പൊ അധികം കണ്ടന്റ്സ് ഇല്ല. സാബുമാൻ ആണെങ്കിലും പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ല. ആളൊരു ആസ് എ ഹ്യൂമൻ ബീങ് നല്ല വ്യക്തിയായിരിക്കും, നിങ്ങൾ അടുത്തിടപെട്ടിട്ടുണ്ട്.
ബട്ട് ആസ് എ ബിഗ് ബോസ് ഗെയിമർ എന്ന് നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ല. അതിലും കണ്ടന്റ് തരുന്നവരൊക്കെ പക്ഷെ ഇപ്പൊ പുറത്തായി. അപ്പോൾ അവരൊക്കെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവരുടെ വോട്ട് കൊണ്ടാണല്ലോ, വോട്ട് കൊണ്ടായിരിക്കും നിൽക്കുന്നത്. ചിലപ്പോൾ അവർ ചെയ്യുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർക്ക് വോട്ട് കൊടുത്ത് അവരെ നിർത്തിയിരിക്കുന്നത്. അവരെ ഒന്നും സാബുമോന്റെ ഗെയിം ആയിരിക്കും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. ലാസ്റ്റ് വീക്ക് ആയിരിക്കും സാബുമോന്റെ മൊത്തം മാറ്റാൻ പോകുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ദിവസവും കഴിയുന്തോറും ആണല്ലോ ഓരോരുത്തർക്കും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവന്റെ അകത്ത്. ഇന്ന് വീക്കാണെങ്കിൽ നാളെ ചിലപ്പം നല്ല മുൻപന്തിയിലേക്ക് വരാം എപ്പോ വേണമെങ്കിലും. എങ്ങനെയാണ് ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് സാബുമാൻ ആസ് എ പേഴ്സൺ, ഡൗട്ട് എന്നല്ല എല്ലാവർക്കും പറയുന്നത് ആള് നല്ലൊരു ഹ്യൂമൻ ബീങ് ആണെന്ന് ഫീൽ ചെയ്യുന്നു. എങ്ങനെയാണ് ആള് ഇത്രയും ദിവസം നിന്നിട്ടുള്ളൊരു വ്യക്തിയല്ലേ, അപ്പൊ എങ്ങനെയാണ് ആസ് എ പേഴ്സൺ ആൾ എങ്ങനെയാണ്? ഇല്ല, സാബുമായിട്ട് അങ്ങനെ ഒരുപാട് അടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഞാനൊരു അവര് വന്നു ഒരു 2 വീക്ക് എന്താ ഉണ്ടായിരുന്നുള്ളൂ. സാബുമായിട്ട് അങ്ങനെ ഒരുപാട് അറ്റാച്ച്മെന്റ് ഒന്നും എനിക്കില്ല. ഇല്ല. ബിഗ് ബോസിൽ അതെ, ബിഗ് ബോസിൽ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഉണ്ടോ ചേട്ടന്? ഉണ്ട്, പിന്നെ ആരായിരിക്കും? അക്ബർ. അതെ, യെസ്, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്. അക്ബറിന്റെ മാത്രമല്ല ആര്യൻ, ജിസേൽ ഉണ്ടായിരുന്നു, ജിസേൽ ഇപ്പൊ ഇറങ്ങി. അങ്ങനെ കുറച്ച് വ്യക്തികളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടവും സ്നേഹവും ഉണ്ട്. എന്ന് കരുതി എല്ലാവരോടും ഇഷ്ടമല്ലെന്നല്ല, എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ കുറച്ചൊരു സ്നേഹം കൂടുതലുണ്ട് എൻ്റെ അകത്ത് നിന്നപ്പോൾ ഉണ്ടായ ഒരു ബന്ധത്തിന്റെ പുറത്ത് വെച്ചിട്ട് അതുണ്ട്. ഈ അക്ബർക്കാണെങ്കിൽ ഈ നമ്മുടെ അവിടെ വെറുതെ ഇരുന്നാൽ പോലും അക്ബർ പ്ലാനിങ് ആണ് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും സ്റ്റിൽ അക്ബർ എന്നെ പറ്റിട്ടാണോ അക്ബർ പറയുന്നത്? അങ്ങനെയൊക്കെ വേറെ ആളുകള് അക്ബർ അവരെ കുറിച്ചാണോ പറയുന്നത്? അങ്ങനെയൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഇപ്പോഴും കാണാറുണ്ടല്ലോ. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അക്ബർക്ക് അവിടെ ബീം ബാഗിൽ വെറുതെ ഇരുന്ന് ആരെങ്കിലും കുറിച്ച് വല്ല പാരഡി സോങ്സ് ഒക്കെ എഴുതിയിട്ടിരിക്കുകയായിരിക്കും. അല്ല, അത് ഞാൻ ഉണ്ടായിരുന്ന സമയത്തും ഞാനും അക്ബറും കൂടി ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ തമാശയും കോമഡിയൊക്കെ എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞിട്ട് ഞങ്ങൾ ആരെങ്കിലും നോക്കി ചിരിക്കുമ്പോൾ അവർ വിചാരിക്കും ഞാനും അക്ബറും നമ്മുടെ എന്തോ വലിയൊരു ഗെയിം പ്ലാൻ ഒക്കെ ചെയ്യാമെന്ന് തോന്നുന്നു. എനിക്ക് ഷാനവാസിക്കാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുന്നത്. ഷാനവാസിക്കയാണ് തെറ്റിദ്ധരിക്കേണ്ട ആള്, തെറ്റിദ്ധരിപ്പിക്കലിന്റെ ആള്.